എന്ന് പറയാൻ പറ്റില്ല. പരമ്പരക്കും ആശയത്തിനും വേണ്ടി പരമ്പരയും ആശയവും നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഗുരുവിന് അതിയായ, ഞാൻ പറഞ്ഞു കേട്ടതാണ്, ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയുള്ള പല പദ്ധതികളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാം നിർഭാഗ്യമെന്ന് തന്നെ പറയാം. അല്ല, ചിലപ്പോഴേ നിർഭാഗ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഗുരുവിൻ്റെ ആശയത്തിനും പരമ്പരയ്ക്കും എന്തെങ്കിലും ഒരു അപജയം സംഭവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കാൻ പാടുന്നു. കാരണം വെച്ചാൽ ഗുരുവിനെ കണ്ട സമകാലികർ ജീവിച്ചിരിക്കെ വേണം ഇങ്ങനൊരു തെറ്റായ ഇതിലേക്ക് പോകാൻ. ആ സമയത്ത് നാളെ എൻ്റെ മക്കളോ സതികണ്ണൻ്റെ മക്കളോ എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞുങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു അപജയം വന്നാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവരത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തത്വമാണെന്ന് പറഞ്ഞ് അവരത് വിശ്വസിക്കും. മനസ്സിലായോ? നമ്മുടെ ചിട്ടയാണ് നിഷ്ഠയാണെന്ന് പറഞ്ഞ് അതിനെ തെറ്റിൻ്റെ കൂടെ അവർ സഞ്ചരിക്കും. അതെ അതെ അതെ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇപ്പോഴേ സംഭവിക്കാൻ പാടുള്ളൂ. കാരണം ഇതിലൂടെ നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പരമ്പരക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്താ പറയുക, നമുക്ക് പല കുറവുകളും ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ പൂർണ്ണനൊന്നുമല്ല. പക്ഷേ ഗുരുവിൻ്റെ ആശയത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര മോശമാണെങ്കിലും ബ്രഹ്മശ്രീ കരുണാകര ഗുരു അല്ലാതെ ഇവിടെ ആരും പൂർണ്ണരല്ല. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ഓരോരുത്തർ ചോദിക്കുമല്ലോ, ഇപ്പോൾ അമർനാഥജിയുടെ അത്ര ഇതുണ്ടോ, ജ്ഞാനമുണ്ടോ, ഗുരുരത്നജ്ഞാന തപസ്സിയുടെ അത്രയും ഇതുണ്ടോ, അറിവുണ്ടോ, റീൽസ് കണ്ടില്ലേ, ഒരുപാട് ഷോർട്സ് കണ്ടില്ലേ? ഇതൊന്നും അല്ല. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചന്ദ്രബാബുവിനോ എനിക്കോ മറ്റൊരു വ്യക്തിക്കോ ആർക്ക് വേണമെങ്കിലും കുറച്ച് സാമാന്യം ബുദ്ധിയുള്ള ചില കാര്യങ്ങൾ ചിലർ എഴുതി തന്നാൽ നമുക്കും ഇങ്ങനെ കണ്ണും കാലും കയ്യും ഒക്കെ കാണിച്ച് നമുക്കും പറയാൻ പറ്റും, അഭിനയിച്ച് പ്രകടിപ്പിക്കാൻ പറ്റും. പക്ഷെ ഉള്ളിൽ വലിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഈ ഇവരുടെ ഓരോ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? എന്താ പറയുക, ഈ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് വരിക എന്ന് വെച്ചാൽ അമേദ്യത്തിലില്ലേ അത്രക്ക് അടിച്ചിട്ട് ഇത് സ്വർണ്ണക്കട്ടിയാണെന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഇവർ. അതിനെ ചന്ദ്രബാബു ആദ്യം പറഞ്ഞില്ലേ ഒരു കാര്യം, നമ്മുടെ ആ എന്തോന്ന് സെന്റർ, ആ എൻട്രൻസിൽ കിടക്കുന്നത് ടേക്ക് എ ബ്രേക്ക് നമ്മുടെ ആ പഴയ റോട്ടിൽ നിന്ന് പോകുമ്പോൾ ഇടതുവശത്ത് കിടക്കുന്നത്. അതെ അതെ. അതിൻ്റെ കാര്യം അത് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു വീടാണെന്ന് തന്നെ വെച്ചോളൂ. അല്ല, അത് പോട്ടെ, അതും വേണ്ട. ഗുരു ആശ്രമത്തിൻ്റെ നമുക്ക് വെറും അത്രയും സ്ഥലം മാത്രമായിരുന്നിട്ട് തന്നെയും ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് അവിടെ എല്ലാം എന്ത് വൃത്തിയും ശുദ്ധിയും ഇതായിരുന്നു. അപ്പോൾ ഈ പരമ്പര മൊത്തം വന്നിറങ്ങി പോകുന്ന ആ എൻട്രൻസിൽ നമ്മുടേതെന്ന് പറഞ്ഞ്, നമ്മുടെ ആശ്രമത്തിൻ്റേതെന്നും പറഞ്ഞ് കിടക്കുന്ന ആ സ്ഥലം ഇത്ര വൃത്തിഹീനമാക്കിയിട്ടിരിക്കുകയല്ലേ. അത് തന്നെ